ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, കുറച്ചു നാളായി നമ്മളൊരു കോമഡി സിനിമ കണ്ടിട്ട് ഇന്ന് നമുക്കൊരു കോമഡി ഹൊറർ സിനിമ കാണാം. ഇതൊരു ഹൊറർ ജോണറാണെന്ന് പറയാൻ കഴിയില്ല, കാരണം മുഴുവൻ കോമഡി രീതിയിലാണ് ഈ പടം പോകുന്നത്. തന്റെ കുടുംബ സ്വത്തായ, നമ്മുടെ നായകന്റെ കുടുംബ സ്വത്തായ ഏതോ മലയടിവാരത്തിൽ ഒരു ഹോട്ടലുണ്ട്. നായകന്റെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞു. തന്റെ അങ്കിളുടെ കൂടെ ടൗണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നായകൻ കൂട്ടുകാരുമൊത്ത് തന്റെ കുടുംബ സ്വത്തായ ഇപ്പൊ മുത്തപ്പനും മുത്തിയമ്മയും നടത്തി വരുന്ന ആ ഹോട്ടലിലേക്ക് വരുന്നു. അപ്പോഴാണ് അവർക്കൊരു സംശയം ഉണ്ടാവുന്നത്. മുത്തപ്പനും മുത്തിയമ്മയ്ക്കും ശരിക്കും ജീവനുണ്ടോ ഇല്ലയോ? അവര് കാണുന്നത് മനുഷ്യനെയാണോ പ്രേതത്തിനെയാണോ? അവരെ കൂടാതെ മറ്റെന്തൊക്കെയോ സംഭവങ്ങൾ, ദുരൂഹതകൾ ആ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇവരറിയുന്നതാണ് ഈ സിനിമയുടെ കഥ. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സംസാരിച്ച് നോക്കിയാലോ? നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആവണമെങ്കിൽ, എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവർക്കും മോട്ടിവേഷൻ വേണം. അല്ലെങ്കിൽ മന്ദിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയുള്ളൂ. അതിലാർക്കും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരുടെ അവസ്ഥ അതുപോലെ തന്നെയാണ്. പെട്ടെന്നൊരു വീഡിയോ കാണുമ്പോഴോ ഒരു ഓഡിയോ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ വഴിയിലെ പിച്ചക്കാരൻ ചീത്ത പറയുമ്പോഴോ ആയിരിക്കും നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത്. പിന്നീട് നമ്മൾ ഭയങ്കര പണിയായിരിക്കും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മന്ദിപ്പാവും. അങ്ങനെ എനിക്കും ഉണ്ടാവാറുണ്ട് മന്ദിപ്പ്. ആ സമയത്ത് ഞാനൊരു ഓഡിയോ ബുക്ക് കേൾക്കുകയുണ്ടായി. ഹാൾ എറോൾഡ് എഴുതിയിട്ടുള്ള ദ മിറാക്കിൾ മോർണിംഗ് എന്ന ഓഡിയോ ബുക്കാണ് ഞാൻ കേട്ടു നോക്കിയത്. എനിക്ക് എന്തുകൊണ്ടാണ് ഒരു സ്ലോ പിക്കപ്പ് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ അറിയാത്ത, നമ്മൾക്ക് മോട്ടിവേഷൻ തരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതുപോലെ ഒരുപാട് മോട്ടിവേഷൻ ഓഡിയോ ബുക്സ് നമ്മുടെ കൂക്കു FM അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേൾക്കൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. കൂക്കു FM ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം കൂപ്പൺ കോഡായ കഥ50 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ താല്പര്യമുള്ള എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2018 റിലീസ് ചെയ്ത സീക്രട്സ് ഇൻ ദ ഹോട്ട് സ്പ്രിംഗ് എന്ന ചൈനീസ് കോമഡി ഹൊറർ സിനിമയെ കുറിച്ചാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു മനുഷ്യൻ വാവിട്ട് കരയാണ്. ആള് മരിക്കാൻ പോവാന്ന് തോന്നണേ. അതിനുവേണ്ടി പേപ്പർ കത്തിക്കുമ്പോൾ എത്ര തെളിച്ചിട്ടും ലൈറ്റർ തെളിയുന്നില്ല. ഒരു ചാകാൻ പോകുന്നവന്റെ രോദനം അത് ചാകാൻ ശ്രമിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. വേറെ ഏതെങ്കിലും ലൈറ്റ് എടുക്കാൻ വേണ്ടി അയാൾ കിച്ചണിലേക്ക് വരും. എന്നിട്ട് ലൈറ്റർ എടുത്ത് തിരിച്ച് മുറിയിലേക്ക് പോകുമ്പോണ്ട് അടുത്ത റൂമിൽ, ഇയാൾ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്, അടുത്ത മുറിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കും. അവിടെ ചെന്ന് ലൈറ്റർ തെളിയിച്ച് നോക്കുമ്പോൾ എന്തിനാ കണ്ടെന്നറിയില്ല, മനുഷ്യൻ പേടിച്ച് വിറച്ച് ആ ഹോട്ടലിൽ നിന്ന് ഒറ്റ ഓട്ടം. ജനലിൽ കൂടെ ആരോ അയാളെ നോക്കുന്ന പോലെ. സംഭവം അയാളുടെ അടുത്ത മുറിയിൽ മറ്റാരോ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. അവിടുന്ന് ടൈറ്റിലിട്ട് സീക്രട്സ് ഇൻ ദ ഹോട്ട് സ്പ്രിംഗ് എന്ന സിനിമ ആരംഭിക്കുന്നു. അടുത്ത സീനി ഒരുപാട് അകല സിറ്റിയിൽ ഒരു ടീനേജ് പയ്യൻ, കുട്ടികളുടെയൊക്കെ ഒരു പ്ലേ ഹൊറർ ഹൗസിൽ ജോലിക്ക് നിൽക്കുന്ന പയ്യൻ, അവിടെ വരുന്ന കൊച്ചു പയ്യനെ പേടിപ്പിച്ച് മുള്ളിക്കുകയാണ് ഇവന്റെ ഒരു കണ്ണെടുത്തു എന്ന് പറഞ്ഞിട്ട്. അതാണ് അവന്റെ ഹോബി. കുട്ടികളുടെ അപ്പനും അമ്മയും മാനേജറോട് കംപ്ലൈന്റ് പറയുമ്പോൾ അയാൾ വന്നിട്ട് നിന്നെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കി ആ ചെറുക്കനെടുത്ത ഐബാളിന്റെ പൈസ നീ തന്നെ തരണം എന്ന് പറയും. ഇവൻ അയാളുടെ മോന്തയ്ക്ക് ഒരു പഞ്ച് കൊടുക്കും. പോലീസുകാർ വന്ന് അവനെ പിടിച്ചോണ്ട് പോവാണ്. ഇവനാണ് നമ്മുടെ നായകൻ. അവനിപ്പോ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ കോളേജൊക്കെ അവരെ നാട്ടിലെ സ്കൂളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അവൻ പഠിക്കുന്നത്. പക്ഷെ ക്ലാസ്സിൽ ഒന്നും പോകുന്നില്ല, കട്ടടിച്ച് നടപ്പാണ്. സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്കിളാണെങ്കിൽ ഓരോ സ്കൂളായിട്ട് മാറ്റി ഇപ്പൊ 3ാമത്തെ സ്കൂളിലേക്കാണ് അവൻ പുതുതായിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു തൂമക്കണ്ണൻ ഇവനെ സ്കെച്ച് ചെയ്യുന്നുണ്ട്. അവനൊരു മണ്ടംഭ്രാന്തനാണ്, സൈക്കിളിൽ നിന്ന് തെറിച്ച് വീഴും ചെയ്യും. അവനാണ് അവന്റെ ആദ്യ കൂട്ടുകാരൻ. ഇനി അവനെ കൂട്ടുകാരനായി നമ്മുടെ ആൾ അംഗീകരിച്ചിട്ടില്ല, വരുന്ന വഴി അംഗീകരിക്കും. അങ്ങനെ സ്കൂളെത്തി സാറ് ക്ലാസ്സിൽ ലിറ്റിൽ പ്രിൻസസിന്റെ അടുത്ത് പോയിരുന്നോളാൻ പറയും. ഇവൻ അങ്ങനെ കൂട്ടത്തിൽ തന്നെ ചന്തുള്ള പെണ്ണിന്റെ അടുത്ത് പോകുമ്പോൾ സാറ് പറയും അതല്ല, ഏറ്റവും പുറകിലാണ് ലിറ്റിൽ പ്രിൻസസ്. അങ്ങനെ ഇവൻ ചെന്ന് ഇരുന്ന് പുറകിലെ ലിറ്റിൽ പ്രിൻസസിനെ നോക്കുമ്പോൾ അതൊരു ഗുണ്ടുപാപ്പ. സാറ് പറയും അതല്ല ലിറ്റിൽ പ്രിൻസസ്, അടുത്തുള്ള പുഞ്ചിരി വായനാണ് ലിറ്റിൽ പ്രിൻസസ്. അവൻ എന്തുകൊണ്ട് ലിറ്റിൽ പ്രിൻസസ് എന്ന പേര് കൊടുത്തെന്നറിയില്ല. അങ്ങനെ ക്ലാസിന്റെ ബ്രേക്കിന് ഹീറോ ടോയ്ലറ്റിൽ വരുമ്പോൾ 2-3 പയ്യന്മാര് ഒരു ടോയ്ലറ്റിൽ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവനത് മൈൻഡ് ചെയ്യാതെ അവന്റെ അങ്കിളിനോട് സംസാരിക്കാവും. ആ സമയത്ത് ഒരു ചൊറിയം വന്നവനെ നിന്നെ കൊല്ലുവടാ തിന്നോടാന്ന് പറഞ്ഞ് മിരട്ടുന്നുണ്ട്, ശല്യം ചെയ്യാണ്. ഇവൻ അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ പഞ്ച് കൊടുക്കും. അവൻ അടിപൊളി പോസി കിടപ്പുണ്ട്. ഇത് കണ്ട് അവന്റെ കൂട്ടുകാരന്മാര് ഇവനിട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഹീറോ ഫൈറ്റിംഗ് സ്റ്റാർ ആണ്. അവന്മാരെക്കാളും നല്ല സൈസും ഉണ്ട്. ആ 3 എണ്ണത്തിനെ അടിച്ചോടിക്കും. അപ്പോഴാണ് മോന്തേ മൊത്തം മൂത്രമായിട്ട് നമ്മുടെ പുഞ്ചിരിമാൻ അങ്ങോട്ട് വരുന്നു. അവന്റെ മോന്തേ മൂത്രം ഒഴിക്കുകയായിരുന്നു ബാക്കിയുള്ള പയ്യന്മാർ. ആ സമയത്ത് അടുത്ത ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ തൂമക്കണ്ണൻ. അങ്ങനെ ഈ പയ്യന്മാരൊക്കെ അടികൊണ്ട് വീണ് അവരെ തല്ലി
അവസ്ഥ ഈ 3 പിള്ളേര് നിൽക്കുമ്പോൾ ഇവരായിരിക്കും ആ സ്കൂളിലെ ഹീറോസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവന്മാർക്ക് നമ്മുടെ പുഞ്ചിരി വായനും തൂമനും ഹീറോന്റെ കൂട്ടുകാരനാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് വലിയ താല്പര്യമില്ല. അപ്പോഴാണ് ഹീറോ ടെറസിയിരിക്കുമ്പോൾ ഈ എതിർ ഗ്യാങ് പിള്ളേരില്ലേ അവന്മാരെ ഇന്ന് തല്ല് മേടിച്ച് ഇനി ചത്താ മതി എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ തൂമ സ്കൂളിൽ നിന്ന് ചാടി ചാവാൻ നോക്കുമ്പോൾ അവിടെ ഹീറോ ഇരിക്കുന്ന കാണുക. അവൻ ഓടി വന്നിട്ട് നീ കാരണടാ നാറി അവന്മാർ എന്നിട്ട് തല്ലുന്നു. അത് ഞാൻ അവന്മാരുടെ കാല് പിടിച്ച് കെഞ്ചി നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തല്ലണമെന്ന്. പക്ഷെ അവന്മാര് പറഞ്ഞ് എന്നെ തല്ലുമ്പോഴാണ് അവന്മാർക്ക് രസം എന്നാണ്. ഇതിനെല്ലാം ഉത്തരവാദി നീയാന്ന് പറയുമ്പോൾ ഹീറോ അതൊന്നും മൈൻഡ് തന്നെ ചെയ്യൂല. അപ്പോഴാണ് അവനൊരു മെസ്സേജ് വരുന്നത്. അവന്റെ അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവൻ നാട്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മുടെ ചെറുക്കൻ ട്രെയിൻ ടിക്കറ്റും എടുത്ത് ട്രെയിനിൽ കയറിയിരിക്കുമ്പോൾ മറ്റേ വേതാളങ്ങൾ 2 പേരും അതേ ട്രെയിനിൽ ഉണ്ടാവും. അവന്മാർക്ക് തല്ലുകൊണ്ട് മടുത്തു. അതുകൊണ്ട് കാരണക്കാരനായ ഹീറോന്റെ കൂടെ തന്നെ ഇവന്മാരും അവന്റെ നാട്ടിലേക്ക് പോവാണ്. ഹീറോയ്ക്ക് നാട്ടിൽ ഒരു വലിയ ഹോട്ടൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവന്മാർ ആ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതാണെങ്കിൽ അപാരമായ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു സെറ്റപ്പ് ഹോട്ടൽ. ഇവൻ പൈസക്കാരനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവര് സന്തോഷിച്ച ആ ഹോട്ടലിലേക്ക് വരുമ്പോൾ അതൊരു 500 വർഷം പഴക്കമുള്ള പണ്ടാറടങ്ങിയ ഒരു പഴഞ്ചം ഭാർഗവി നിലയം. അതിന്റെ പേര് ഓ ഹോട്ടൽ എന്നാണ്. ഇവര് ചെന്ന് എത്തി നോക്കുമ്പോൾ അവിടെ ആകെ വന്നിരിക്കുന്ന 2 കസ്റ്റമേഴ്സ്, 2 ഗസ്റ്റ്സ്, അങ്ങനെയാണ് ഹോട്ടലിൽ പറയുക. ആ 2 ഗസ്റ്റുമാരും മുത്തപ്പനെയും മുത്തിയമ്മേനെയും ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാണ്. അവരുടെ ഹോട്ടലിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ മുത്തപ്പൻ കരഞ്ഞ് ചുമച്ച് ആ പൈസയിൽ ചോര തുപ്പിയിട്ട് ഇവരോട് എടുത്തോളാൻ പറയും. ആ അവസ്ഥയിൽ അവർക്ക് എടുക്കാൻ കഴിയില്ല. ചോര തുപ്പുമ്പോൾ ഞാൻ ചിരിച്ചതല്ല, ഈ തള്ളയും തന്തയും ഭയങ്കര ഫ്രോഡുകളാണ്. അവരെന്തെങ്കിലും ചെയ്ത് ആ പൈസ കൊടുക്കാതിരിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ അവര് പോയി കഴിയുമ്പോഴാണ് ഗ്രാൻഡ്മി 2 പേരും പുറത്തു വന്ന് ഈ 3 പിള്ളേരെയും കാണുന്നു. കണ്ട ഉടനെ മുത്തിയമ്മയ്ക്ക് മനസ്സിലാവും എന്റെ കൊച്ചുമോൻ വന്നെന്നും പറഞ്ഞ് അവരോടി വന്ന് നമ്മുടെ പുഞ്ചിരി വായനയാണ് കിള്ളി നോക്കുക, നിന്റെ കണ്ണ് അതേപോലെ ഉണ്ടെന്ന് പറയും. അപ്പൊ ഇവിടെ മുത്തപ്പൻ തൂമന്റെ വാ തുറന്ന് പല്ല് കാണുമ്പോൾ നീ തന്നെയാണ് എന്റെ കൊച്ചുമോൻ എന്ന് പറയും. അപ്പോഴാണ് അവർ 2 പേരും പറയും ഞങ്ങളല്ല, ഈ വെള്ളമുടിക്കാരനാണ് നിങ്ങളുടെ കുട്ടികൾ. അത് കഴിഞ്ഞ് ഇവർ ഹീറോനെ സമാധാനിപ്പിക്കും. നമ്മുടെ ചെക്കന്മാർ ഞങ്ങൾക്ക് മനസ്സിലാകും, ആർക്കും നിന്റെ മോന്ത കണ്ട അവരുടെ കുടുംബക്കാരനാന്ന് പറയാനുള്ള വിഷമം ഉണ്ടാവും, നീ അത് വിട്ടേക്കെന്ന് പറയും. അപ്പോഴാണ് മുത്തിയമ്മ ചോദിക്കുക സുസുക്കി നിന്റെ കൂടെ വന്നില്ലേന്ന്, നിന്നെ അന്വേഷിച്ച് പോയതാണല്ലോ, നിന്റെ കൂടെ വന്നിട്ടില്ലേന്ന്. ഇവരാരാണ് സുസുക്കി എന്ന് ചോദിക്കുമ്പോഴാണ് കാണിക്കുന്നത് ഒരു സുസുക്കി ബൈക്ക്. ആ ബൈക്ക് ഓടിച്ച് പോകുന്നത് ഒരു പെൺകുട്ടിയാണ്. അവളെ നമുക്ക് നായികയാണെന്ന് പറയാം. ഹീറോന്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരിയാണ് അവള്. ഒരുപാട് കാലമായി അവർ തമ്മിൽ കണ്ടിട്ട്. അവൾ ആ ഹോട്ടലുള്ള നാട്ടിലാണ് താമസം. ഈ മുത്തപ്പനെയും മുത്തിയമ്മനെയും സഹായിച്ചിട്ട് ഹീറോനെ അന്വേഷിച്ച് സ്കൂളിൽ വരുമ്പോൾ അവനെ കാണുന്നില്ല. അതുകൊണ്ട് അവളും തിരിച്ച് ഹോട്ടലിലേക്ക് വരികയാണ്. ഇവിടെ ഹോട്ടലിൽ അപ്പൂപ്പനും അമ്മൂമ്മയും അവിടുത്തെ സർവീസുകൾ പറഞ്ഞു കൊടുക്കും. കമ്പ്യൂട്ടറിൽ ഒരു കോയിൻ ഇടണം, അപ്പൊ അത് വർക്ക് ചെയ്യും. TV കാണണമെങ്കിലും ഒരു കോയിൻ ഇടണം, അപ്പൊ അതും വർക്ക് ചെയ്യും. മസാജ് ചെയറിന് ഒരു കോയിൻ ഇടണം, ടെലിഫോണിൽ സംസാരിക്കണമെങ്കിലും ഒരു കോയിൻ ഇടണം. അങ്ങനെ എന്ത് ചെയ്താലും കോയിൻ ഇടണം. ഭയങ്കര ഫ്രോഡുകളാണ്. രാത്രിയായ കറണ്ട് ഓഫാക്കി കളയും. മുറിക്കകത്തേക്ക് വെള്ളവും വരില്ല, ഒരു സൗകര്യമില്ല. എന്തെങ്കിലും സൗകര്യം വേണമെങ്കിൽ പണം കൊടുക്കണം. മുത്തപ്പൻ മലയുടെ മുകളിലുള്ള ഒരു ചെറിയ കൂര കാണിച്ചിട്ട് അതായിരുന്നു നമ്മുടെ ആദ്യ കാലത്തെ ഹോട്ടൽ എന്ന് പറയും. 100 വർഷങ്ങളായി നമ്മൾ ഈ ഹോട്ടൽ ബിസിനസ്സിൽ. അങ്ങനെ ഹീറോ പഴയ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുറേയധികം പല്ലികളുള്ളത് കാണിക്കുന്നത്. ഇവർക്ക് 3 പേർക്കും ഓരോ മുറി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇവർ കിടക്കുന്നത്. മുറിയൊന്നും വൃത്തിയില്ല. ആ ഹോട്ടലിലെ ഒരേ ഒരു പ്രത്യേകത, അവിടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. അതായത് ചൂടുള്ള കുളം. വെള്ളം നാച്ചുറൽ ആയിട്ട് തന്നെ ചൂടായിരിക്കും. അതാണ് ആ കുളത്തിന്റെ പ്രത്യേകത. അതാണ് ഈ സിനിമയുടെ പേരും. അങ്ങനെ നമ്മുടെ പയ്യന്മാര് കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്നും ഹോന്നൊരു ശബ്ദം കേൾക്കുന്നു. അതേ ശബ്ദം മുറിക്കകത്തുണ്ടായിരുന്ന നായകനും കേൾക്കും. അവൻ പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്നുണ്ട് അവന്റെ കാലി എന്തോ കയറിപ്പിടിക്കും. നോക്കുമ്പോൾ നമ്മുടെ കണ്ണാടി ചെക്കനാണ്. അവൻ നീ കേട്ടോ ആ ശബ്ദം, നീ കേട്ടോ, ഞാൻ കേട്ടു, എനിക്ക് പേടിയാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവന്റെ കാലിന് പുറകിലായി വേറെ 2 കാലുകൾ. അത് നമ്മുടെ തൂമയായിരുന്നു. അവനും ആ ശബ്ദം കേട്ട് പേടിച്ചു വരച്ച് ഇവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവര് പറയും നമുക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാന്ന്. അതിന് ഹീറോ ഞാനൊന്നും കേട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യടാന്ന് പറഞ്ഞ് അവൻ തിരിച്ചവന്റെ മുറിയിലേക്ക് പോകും. പിറ്റേന്ന് രാവിലെ ആ ഹോട്ടലിലേക്ക് ഒരു കോള് വരുന്നു. കോൾ അറ്റൻഡ് ചെയ്താൽ ആരൊന്നും മിണ്ടുന്നില്ല. എന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. രാവിലെ വീണ്ടും ചെക്കന്മാർ കുളിക്കുമ്പോൾ നമ്മുടെ തൂമയുടെ കൈമുറിയും. ആ പോണ്ടിനരികിലുള്ള പഴയ ആണികളിൽ കൊണ്ടിട്ട് എനിക്ക് ഉടനെ ആശുപത്രിയിൽ പോകണമെന്ന് അവൻ പറയുമ്പോൾ മുത്തിയമ്മ ഒരു താക്കോല് കൊടുത്തിട്ട് നമ്മുടെ പഴയ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്, അതിൽ നിന്ന് അവന് മരുന്ന് വെച്ച് കൊടുക്കാൻ പറയും. അങ്ങനെ ഇവര് പഴയ വീട് തപ്പി പോവുകയാണ്. കാണുമ്പോൾ അതൊരു കക്കൂസാണെങ്കിലും അതിനകത്താണ് ഹീറോയും അവന്റെ അപ്പനും അമ്മയും അമ്മൂമ്മനും താമസിച്ചിരുന്നത് ഒരു കാലത്ത്. അങ്ങനെ അകത്ത് കയറി ചെറുക്കന് മരുന്ന് വെച്ച് കൊടുത്ത് ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഒരു പഴയ വീഡിയോ ക്യാമറ കിട്ടുക. അതിൽ അവരെ കുടുംബത്തിന്റെ പഴയ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അവന്റെ അച്ഛനും അമ്മയും അവൻ ചെറുപ്പത്തില്. കൂട്ടുകാർ വന്ന് ശല്യം ചെയ്യുമ്പോൾ ഇവൻ ആ ക്യാമറ ഓഫാക്കിയിട്ട് അവരുമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പണ്ട് ആ വീടിനകത്ത് ഉണ്ടാക്കി വെച്ച ഒരു മോഡൽ ഹോട്ടൽ, അതിലെ ലൈറ്റ് തനിയെ തെളിയും. അന്ന് വൈകിട്ട് നമ്മുടെ പുഞ്ചിരി വീണ്ടും കുളിക്കാൻ പോവാണ്. തൂമന്റെ കൈ മുറിഞ്ഞുകൊണ്ട് അവൻ വരില്ല. ഹീറോയ്ക്കാണെങ്കിൽ പിന്നെ കുളിക്കുന്ന സ്വഭാവമില്ല. അവനും കഥവടയ്ക്കും. പിന്നെ ഇവൻ മാത്രമാണ് രസിച്ച് കുളത്തി ഇങ്ങനെ സ്വപ്നം കണ്ട് കുളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് പുറകീന്നാരോ ഇവന്റെ ദേഹത്തേക്ക് വെള്ളം തള്ളിവിടും. നീ വരില്ലാന്ന് പറഞ്ഞിട്ട് വന്നോടാന്ന് പറഞ്ഞ് ഇവൻ തിരിയുമ്പോ അവിടെ ആരുമില്ല. അപ്പോഴാണ് വെള്ളത്തിന്റെ പൂളിന്റെ
ഒരു മൂലയ്ക്കായി നീണ്ട മുടി മാത്രം വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന കാണാം. ഇവൻ അതിന്റെ അടുത്തേക്ക് പോകുമ്പോ പെട്ടെന്നുണ്ട് ഒരു കൈ പൊന്തി വെള്ളത്തിന് മുകളിലേക്ക് വരും. ചെറുക്കം പേടിച്ചരണ്ട ഒച്ച വെക്കുമ്പോ ഇവിടെ അകത്ത് തൂമനിരുന്ന് TV ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചാനൽ കട്ടായി പോകും. ഇവൻ പൈസ ഇടാൻ വേണ്ടി TVക്ക് അടുത്ത് പോകുമ്പോ ഇവന് പുറകിലായ ഒരു രൂപം അവനെ പാസ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഉണ്ട് പേടിച്ച കണ്ണാടി. അവൻ മുണ്ടില്ലാണ്ട് ഓടി വന്ന് ഹീറോന്റെ കതവ് തട്ടും. ഇവൻ ഡോറ് തുറന്ന ഉടനെ ചെറുക്കൻ ഓടി വന്ന് ഹീറോന്റെ പുറത്തേക്ക് ചാടി കയറിയിരിക്കും. അപ്പോഴാണ് തൂമൻ ഈ കംപ്ലൈന്റ് പറയാൻ ആ വഴി വരുന്നത്. അവൻ ഇവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ട് സോറി ഞാൻ ഈ സമയത്ത് വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് മാറിപ്പോ. ഹീറോ പുഞ്ചിരി ചെറുക്കന്റെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുത്ത് അവന് വീഴ്ത്തിയിട്ട് നിനക്ക് എന്താടാ പറ്റിയെന്ന് ചോദിക്കുമ്പോ അപ്പോഴാണ് അവൻ പറയാ ഞാനൊരു പ്രയത്തിനെ കണ്ടു. ഞാൻ പറയുന്ന സത്യമാണ്. വെള്ളത്തിൽ മുടിയുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഒരു കൈ മാത്രം പൊന്തി വന്നു. ഹീറോ അത് വിശ്വസിക്കാതെ അവനെ ഇറങ്ങിപ്പോവാൻ പറയും. അപ്പൊ അവനാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ, ഞാൻ നിന്റെ കൂടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ഹീറോ അവനെ തള്ളിവിടും. അതേപോലെ നമ്മുടെ തൂമനെ അവനെ ചേർക്കില്ല. തൂമനാണെങ്കിൽ കട്ടില് വേണ്ട ആവശ്യമില്ല. അവൻ എവിടെയും കണ്ണടച്ച് കിടക്കും. അങ്ങനെ കട്ടിലാന്ന് വിചാരിച്ച് അവൻ നിലത്ത് കിടക്കുമ്പോണ്ട് ഇവന്റെ കട്ടിലിനടിയിന്ന് ആരോ അനങ്ങുന്ന ശബ്ദം കേൾക്കും. ഇവൻ പേടിച്ച് ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോ പെട്ടെന്ന് ഇവന്റെ മോളി രണ്ട് കാലുകൾ മാത്രം വന്ന് തൂങ്ങിയാടുന്നു. അവനവിടുന്ന് പേടിച്ച ഒറ്റ ഓട്ടാണ് ഓടി വന്ന് നമ്മുടെ ഹീറോ ചെറുക്കന്റെ മേത്ത് കയറിയിരിക്കും. എന്നിട്ട് അവൻ പറയും ഞാൻ കാലുകളാണ് കണ്ടത്. പുഞ്ചിരി ഞാൻ കൈകളാണ് കണ്ടത്. അപ്പൊ ഹീറോ എന്നാ മുഖം കാണുന്നവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് വന്ന് ആരാന്ന് പറയാൻ പറയും. അപ്പോഴാണ് പുഞ്ചിരിയും ചോദിക്കുക ഒരുപക്ഷെ നിന്റെ അച്ഛനും അമ്മയുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടാവോ? അതിന് ഹീറോ പറയും അങ്ങനെ ആയിരുന്നെങ്കിൽ അവര് നേരെ എന്റെ അടുത്തേക്കല്ല വരിക, എന്തിനാ നിന്റെയൊക്കെ അടുത്തേക്ക് വരുന്നത്? അതിന് തൂമ പറയും ഒരുപക്ഷെ നിന്റെ മുത്തപ്പനും മുത്തിയമ്മയും ഞങ്ങളാണ് അവരുടെ കൊച്ചുമോന്ന് തെറ്റിദ്ധരിച്ചില്ലേ, അതേപോലെ നിന്റെ അപ്പനും അമ്മയും തെറ്റിദ്ധരിച്ചാണെങ്കിലോ? അതിന് ഹീറോ നിങ്ങൾക്കിവിടെ ഇഷ്ടമല്ലെങ്കിൽ തുണിയെടുത്ത് തിരിച്ചു പോയിക്കോ, ഞാൻ നിർബന്ധിക്കുന്നില്ല ഇവിടെ നിൽക്കാൻ എന്നും പറഞ്ഞ് അവന്മാരെ ഇറങ്ങി പോവാൻ പറയും. പിറ്റേന്ന് മുത്തപ്പൻ വയ്യാതെ കിടക്കാണ്. മുത്തപ്പന്റെ ട്രീറ്റ്മെന്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പഴയ എന്തോ ഒരു ചൈനീസ് ട്രീറ്റ്മെന്റ്. അപ്പോഴാണ് ഈ കൂട്ടുകാരന്മാര് അവിടുന്ന് പോകുന്ന കാര്യം മുത്തശ്ശിയോട് പറയുന്നത്. അതിന് മുത്തശ്ശി പറയും നിങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ പോയിക്കോ, ഞാൻ തടയില്ല. നിങ്ങൾ മാത്രമല്ല മുത്തശ്ശനും എന്റെ അടുത്തുനിന്ന് വിട്ടുപോകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ എളുപ്പത്തിൽ ഇവിടുന്ന് ആർക്കും പോവാൻ പറ്റില്ല എന്ന് മുത്തിയമ്മ പറഞ്ഞു നിർത്തില്ല. മുത്തപ്പന്റെ വായിന്നൊരു പുക. അവിടുന്ന് എസ്കേപ്പായി ഓടാൻ നോക്കും. മുത്തശ്ശി മുളങ്കപ്പിൽ എങ്ങോട്ടാ പോണ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് മുത്തപ്പന്റെ വായിക്കാ തന്നെ തിരിച്ചു കയറ്റും. ഇവന്മാരാണെങ്കിൽ പേടിച്ചരണ്ട് ഇനി പോവാൻ പറ്റുമോ? പറ്റില്ലേ, ഈ മുത്തിയമ്മ എന്തെങ്കിലും ചെയ്യോ? എന്തായാലും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോന്റെ അടുത്ത് ഞങ്ങൾ ഇവിടെ താമസിക്കാം, പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കില്ല, നിന്റെ മുറിയിൽ നിന്റെ കൂടെ തന്നെ കിടക്കുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് മുതൽ അവര് രണ്ടുപേരും ഹീറോന്റെ അടുത്ത് തന്നെയാണ് കിടക്കുക. ഇവന്മാരെ ശല്യം കാരണം ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഹീറോ എല്ലാവർക്കും വേണ്ടിയുള്ള കോമൺ ബാത്റൂമിനകത്ത് പോയിട്ട് വരുമ്പോ കബേർഡിൽ എന്തോ ഒരു ശബ്ദം കേൾക്കും. നോക്കുമ്പോണ്ട് രണ്ട് വെളുത്ത് മരവിച്ച കാലുകൾ. ഇവൻ മാത്രമാണ് പ്രേതത്തെ ഇതുവരെ കാണാത്തത്. ഭയങ്കര ധൈര്യശാലിയാണ്. കണ്ണും പൂട്ടി നിലത്തിരുന്ന് അവ മെല്ലെ പമ്മി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. അപ്പണ്ട് ഫ്രണ്ടിലെ ഒരു ഗ്ലാസ്സിൽ രണ്ട് കൈകൾ വരുന്ന പ്രതിബിംബം കാണാം. ചെറുക്കൻ കരഞ്ഞ അവിടുന്ന് ഒറ്റ ഓട്ടാണ് ഓടിച്ചെന്ന് കൂട്ടുകാരന്മാരുടെ മേത്തേക്ക് ചാടി കയറും. അപ്പൊ അവന്മാർ ചോദിക്കും നീ അതിന്റെ മുഖം കണ്ടോന്ന്? അതിന് ഹീറോ ഇല്ല, കയ്യും കാലുകളും മാത്രമേ ഞാനും കണ്ടുള്ളൂ. ഉടനെ ഈ 3 പേരും പോയി മുത്തശ്ശിയുടെ മുറിയിൽ ടപടപടപേന്ന് മുട്ടാണ്. മുത്തശ്ശി ഇവരെ കണ്ട് എന്താടാന്ന് പറഞ്ഞ് ഡോറ് തുറക്കുമ്പോ ഒന്നല്ല രണ്ടല്ല ഒരു 10-15 ലോക്ക് ചെയ്തിട്ടുണ്ട് അകത്തുനിന്ന് ആ ഡോറ്. ഹീറോ ഇവിടെ എന്തോ സംഭവമുണ്ട്, മുത്തശ്ശി അത് കണ്ടായിരുന്നു? ഞങ്ങളത് കണ്ടു എന്ന് പറയുമ്പോ മുത്തശ്ശിയാണെങ്കിൽ ഈ രാത്രിയാണോ നിങ്ങൾക്ക് കളിക്കാൻ കണ്ട സമയം? ഞങ്ങൾ വയസ്സായവർക്ക് എപ്പോഴെങ്കിലും ഉറക്കം വരുള്ളൂ, ശല്യം ചെയ്യാതെ പോയി കിടന്ന് ഉറങ്ങിനടാന്ന് പറയുമ്പോഴാണ് നമ്മുടെ തൂമൻ മുത്തശ്ശിയുടെ കൈ ശ്രദ്ധിക്കുക. അവൻ കണ്ട പ്രേത കൈകളുടെ അതേപോലത്തെ കൈ. മുത്തശ്ശന്റെ അവസ്ഥ അതുപോലെയാണ്. സോ അവര് പറയും നിന്റെ മുത്തപ്പനും മുത്തിയമ്മയും മരിച്ചു കഴിഞ്ഞു, അവര് പ്രേതാണ്. ഹീറോ നിങ്ങളെന്തീ പറയുന്നത്? പ്രേതാണെങ്കിൽ അവർക്കെങ്ങനെ പകൽ സമയത്ത് വരാൻ പറ്റും? അതിന് തൂമൻ നീ സിനിമകൾ കാണാറില്ലേ? ഞാൻ കണ്ട 5 സിനിമകളിൽ പ്രേതം പകൽ സമയത്ത് വന്നിട്ടുണ്ട്, നമുക്കതെന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ഇവൻ മുത്തശ്ശീന്റെ അടുത്ത് പോയി മുത്തശ്ശി ഞാൻ കഴിക്കാൻ നിങ്ങൾക്ക് സ്നാക്സ് തരട്ടെ എന്ന് പറഞ്ഞു ഒരു മെഴുകുതിരിയും ചന്ദനത്തിരി എടുത്ത് കാണിക്കും. അത് കണ്ട പ്രേതം പേടിക്കുമെന്നാണ് അവരെ നാട്ടിലെ വിശ്വാസം. അത് കണ്ട് മുത്തശ്ശി പറയും ആദ്യം നീ തിന്ന്, അത് കഴിഞ്ഞിട്ട് ഞാൻ തിന്നാന്ന്. സോ അത് ഫലിച്ചില്ല. ഇവൻ പെട്ടെന്ന് 2 കൈയും കൊണ്ട് രക്തം ഓടുന്നുണ്ടോ ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദേഹത്ത് കൈ തൊട്ടുടനെ മുത്തശ്ശി ഹീറോനെ നോക്കും. ഹീറോയ്ക്ക് വേറെ വഴിയില്ല. അവൻ തൂമന്റെ മോന്തയ്ക്കൊരെണ്ണം പൊട്ടിക്കും. ആ സമയത്തുണ്ട് ഇവിടെ നമ്മുടെ പുഞ്ചിരി. അവൻ മുത്തപ്പന്റെ ഹൃദയത്തോട് ചേർന്ന് ചെക്ക് ചെയ്യാണ് ഹൃദയം ഇടിക്കണ്ടോ നോക്കാൻ. മുത്തപ്പൻ ഉണരും. എന്നിട്ട് അവന്റെ കഴുത്തി പിടിച്ച് തിരിച്ചവനെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഇവർ ഓടി വരിക. ഇവന്മാർ അവനെ രക്ഷിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അടുക്കളയിൽ ഒരു മീറ്റിംഗ്. ഹീറോ പറയും അവർക്ക് ജീവനുണ്ടടാ പ്രാന്തന്മാരെ, നമ്മൾ കണ്ടത് അവരെയല്ല, മറ്റെന്തോ ഒരു സംഭവമാണ്. ഈ സ്ഥലം ശരിക്കും ഹോണ്ടഡ് ആണ്. പെട്ടെന്ന് പുഞ്ചിരിയൻ അവന്റെ വാ പൊത്തി പിടിച്ചിട്ട് അങ്ങനെ പറയല്ലേ, അവർക്ക് നമ്മൾ കേൾക്കാൻ കഴിയും, കേട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവര് പോയി കഴിഞ്ഞ് മുത്തശ്ശി അടുക്കളയിൽ വന്ന് തീ കത്തിക്കുമ്പോണ്ട് സ്റ്റൗ കത്തില്ല. ഇവന്മാരൊരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞ് ബോഡിയിലൊക്കെ മസിൽ വരച്ച് നല്ല വൃത്തിയായി കുളിച്ച് 2 തോർത്തെടുത്ത് പ്രേതത്തെ കണ്ടുകിട്ടിയാൽ അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവര് രാത്രി കാത്തിരിക്കുകയാണ് പ്രേതം വന്നാൽ അതിനെ പിടിക്കാൻ വേണ്ടി. അപ്പോണ്ടൊരു ശബ്ദം.
ഇവര് തലയൊക്കെ പുതച്ച് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നോക്കും. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുക. ഫോൺ എടുക്കുമ്പോൾ ഒരു പെണ്ണിന്റെ കരച്ചിൽ. ഇവരവിടെ നിന്ന് ഓടിച്ചെന്ന് മുത്തപ്പനെയും മുത്തിയമ്മേനെയും കണ്ട് ഈ ഹോട്ടലിലേക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്, പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്, കൈയും കാലുകളും ഞങ്ങൾ കാണുന്നുണ്ട്, എന്നിട്ട് ഇതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നും പറഞ്ഞ് അവരെ ചീത്ത പറയുമ്പോഴാണ് അവർക്ക് പുറകിലായി ഒരു കൈ ഇങ്ങനെ മെല്ലെ തൂങ്ങിയാടി വരിക. ഇവരോട് തിരിയാൻ പറയുമ്പോൾ നല്ല തന്ത പ്രായമായില്ലേ, സ്ലോ മോഷനിലെ അപ്പനും അമ്മൂമ്മയും തിരിയുള്ളൂ. അവര് തിരിയുമ്പോഴത്തേക്കും അത് കാണാണ്ട് പോകും. അപ്പണ്ട് അടുത്തായി 2 കാലുകൾ മാത്രം. തിരിയാൻ പറഞ്ഞ നേരെ തിരിയൂല്ല പണ്ടാരങ്ങൾ. എന്തായാലും ഇവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് ആപത്താന്ന് പറഞ്ഞ് ഇവര് ബാഗും കെട്ടിപ്പെറുക്കി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പോണ്ടില് ആ ഹോട്ടലിലെ പൂളിനകത്ത് ഒരു ഡെഡ് ബോഡി ഇങ്ങനെ വെള്ളത്തി ഒഴുക്കി വരിക. ഇവര് നീളമുള്ള ഒരു നെറ്റ് കമ്പെടുത്ത് ആ ബോഡി എന്താന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് മുത്തപ്പന്റെ ബോഡിയാണ്. തൂമൻ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിന്റെ മുത്തപ്പൻ മരിച്ചാണെന്ന്, കണ്ടോടാന്ന് പറഞ്ഞ് അവൻ തുള്ളുമ്പോ അറിയാതെ സ്ലിപ്പായി പൂളിലേക്ക് തെറിച്ചു വീഴും. പേടിച്ചിരിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനും പറ്റില്ല. അവനാണെങ്കിൽ പേടിച്ച് ചാടിത്തുള്ളി ആ പൂളിൽ നിന്ന് കര കയറാൻ നോക്കുമ്പോൾ വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. അപ്പണ്ട് വെള്ളത്തിനടിയിലായി മുടി മാത്രം ഒരു കുഴലിക്കൂടെ മുന്നിലേക്ക് വരും. അവൻ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കാറുന്നോണ്ട് ശബ്ദം ഇവർക്ക് കേൾക്കില്ല. അപ്പോഴാണ് ഇവിടെ മുത്തപ്പൻ കണ്ണു തുറക്കുന്നത്. മോന്തയില് മുടിയായിട്ട് തൂമൻ കയറി വരും, കയ്യിലൊരു പൊട്ടിയ കൊക്കിനിയും കൊണ്ട്. ഇവന്മാര് 3 പേരും പേടിച്ച് ഓടി ഹോട്ടലിനകത്തേക്ക് കയറാൻ നോക്കുമ്പോണ്ട് അവിടെ മുത്തശ്ശി. തൂമൻ ഈ തള്ളയും പ്രേതാടാന്ന് പറഞ്ഞ് അവന്റെ കയ്യിലെ പൊട്ടിയ കൊക്കിനെ കൊണ്ട് മുത്തിയമ്മന്റെ മോന്തയ്ക്ക് തല്ലി ചാടി പറന്നൊരൊറ്റ ഇടിയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തപ്പനും മുത്തിയമ്മയും 2 പേരും അടികൊണ്ട് ഓരോ ചേറിയിരിക്കുകയാണ് പാവങ്ങൾ. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവര് പറയാൻ തുടങ്ങാണ്. അപ്പോഴേക്കും ആരോ വന്ന് ബെല്ലടിക്കും. നോക്കുമ്പോ യമഹ, അവന്റെ കളിക്കൂട്ടുകാരി. ഇവൻ അന്വേഷിച്ച് പോയവള് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അവള് പറയും, ഞാൻ ഒരുപാട് തവണ ഈ ഹോട്ടലിലേക്ക് വിളിച്ചിരുന്നല്ലോ, എന്നിട്ട് എന്താ നീ ഫോൺ എടുക്കാത്ത, എന്നോട് മിണ്ടാത്ത. സോ ഹോട്ടലിലേക്ക് വന്ന കോളെല്ലാം ഇവള് വിളിച്ചാണ്. അതേപോലെ തന്നെ ദൂരെ നിന്ന് ഇവള് ഹീറോന്റെ പേര് വിളിച്ചാണ് ഇവന്മാർക്ക് പ്രേതം വിളിച്ചതുപോലെ കേട്ടത്. പിന്നെ മുത്തശ്ശൻ പറയും, ഒരുപാട് കാലമായിട്ട് പൂള് വൃത്തിയാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്, അപ്പോഴാണ് നിങ്ങൾ എന്നെ പിടിച്ച് തല്ലുന്നത്. സോ ഇവന്മാർക്ക് മനസ്സിലാവും ഇവിടെ പ്രേതമൊന്നുമില്ല, നമ്മൾ വെറുതെ മണ്ടന്മാരായതാണ്. എന്തായാലും കുറച്ചു ദിവസം കൂടി താമസിക്കാന്ന് പറഞ്ഞ് ഇവരവിടെ തന്നെ താമസിച്ച് പൂളൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോഴാണ് നായകൻ ചെറുക്കന് ഏതോ ഒരു കൊച്ചു വരച്ച കുറച്ച് ചിത്രങ്ങളുടെ ഒരു പേപ്പർ കിട്ടുക. അതിനകത്ത് പ്രേതത്തെ പോലെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇവര് കണ്ട കയ്യും കാലും മുടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രത്തിലുള്ള അതേപോലത്തെ 2 പ്രേതങ്ങൾ ഈ ഹോട്ടലിൽ ഉണ്ടാവണം എന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മുത്തിയമ്മ ഏതോ ഒരു പെണ്ണിന്റെ മുടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുത്തപ്പനും കൂടെ തന്നെ ഉണ്ട്. അതെന്താ സംഭവം എന്നറിയില്ല. വൈകുന്നേരമായി പൂളൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചെക്കന്മാര് 2 പേരും ഇറങ്ങി നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ പഴയതുപോലെ തന്നെ കുളിക്കാതിരിക്കുന്നു. അപ്പോഴാണ് ഹീറോ പറയാ, ഞാൻ എന്തുകൊണ്ടാണ് ഈ ചൂട് കൊളത്തി ഇറങ്ങാത്തെന്നറിയോ, ചൂട് കൊളത്തി വെച്ചിട്ടാണ് എന്റെ അമ്മ മരിച്ചത്. അത് കേട്ടുടനെ 2 തേവാങ്കളും വെള്ളത്തിൽ നിന്ന് ചീവരും കൊണ്ട് ചാടി ഓടാൻ നോക്കും. ഹീറോ പറയും, ഇവിടെ അല്ലടാ മണ്ടന്മാരെ, വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്റെ അമ്മ മരിക്കുന്നത്. അവൻ അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങും. ഹീറോന്റെ ചെറുപ്പത്തി അപ്പനും അമ്മയും വെക്കേഷന് ജപ്പാനിൽ പോയി. ഇവനെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നറിയില്ല. ആ പോയ സ്ഥലത്ത് വെച്ചിട്ടാണ് അപ്പൻ അറ്റാക്ക് വന്ന് മരിക്കുന്നത്. ബാക്കി കഥ പറയാൻ നമ്മുടെ നായിക കൊച്ചു വരും. അങ്ങനെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മ എല്ലാ സമയത്തും കുടിയായി, ഒരു ആൽക്കഹോളിക്കായി. അങ്ങനെ കുടിച്ച് ഇവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവര് കുളിക്കാനുള്ള പൂളി കിടന്ന് മരിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്. സോ കഥയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഊണും കഴിച്ച് പിള്ളേര് കിടക്കാൻ വരുമ്പോ നമ്മുടെ ഹീറോ അവന്മാരെ വാ പൊത്തിപ്പിടിച്ച് മുകളിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറയും. ഇവര് പോയി നോക്കുമ്പോണ്ട് ഇവരെ റൂമുള്ള ഫ്ലോറിലെ എല്ലാ റൂമിന്റെ ഡോറും തുറന്നടക്കുക. അവിടെ ആരാ വന്നേ, എന്താ സംഭവിച്ചെന്ന് ഇവർക്കറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ മുറിയായിട്ട് ചെക്ക് ചെയ്യണം. പക്ഷെ ഇവന്മാർക്കെല്ലാം പേടിയാണ്. ഹീറോ എന്റെ കയ്യിലൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഇവര് ഓരോ മുറിയിലും ചെന്ന് കണ്ണ് 3 പേരും അടച്ചു പിടിച്ച് ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കും. സോ പ്രേതം ഉണ്ടെങ്കിൽ അതിനെ കാണണ്ടല്ലോ. അങ്ങനെ എല്ലാ മുറിയിലെ ഫോട്ടോയും എടുത്തിട്ട് ഇവര് താഴെ വന്ന് ഒരു ഭാഗത്ത് സേഫ് ആയിട്ടിരുന്ന് ആ ഫോട്ടോസ് ചെക്ക് ചെയ്യും. ഓരോ ഫോട്ടോ മാറ്റുമ്പോഴും തൂമൻ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നുണ്ട്. അതിലൊന്നും വന്നിട്ടുമില്ല, എന്നാലും അവൻ തൊള്ളയിടുന്നുണ്ട്. അവസാനം അവന്റെ വാ പൊത്തിപ്പിടിച്ച് ഇവര് നോക്കുമ്പോ ഒരു മുറിക്കകത്ത് ബെഡിലെന്തോ തുണി മൂടിയിരിക്കുന്നു കാണാം. ഇവര് 2 കൽപ്പിച്ച് ആ മുറിയിലേക്ക് ചെല്ലും. ഇപ്പോഴും ആ സാധനം തുണി മൂടിയിരിക്കുകയാണ്. ഇവ മെല്ലെ തുണിയെടുത്ത് മാറ്റുമ്പോണ്ട് അവിടെ ഒന്നുമില്ല. ഇവര് വീണ്ടും ഓടിച്ചെന്ന് മുത്തിയമ്മന്റെ കതവ് മുട്ടും. ആരും തുറക്കുന്നില്ല. ഇവൻ ഇടിച്ച് പൊളിക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ സുസുക്കി അങ്ങോട്ട് വരുന്നത്. അവളാണെങ്കിൽ കതവി തള്ളാൻ എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ആള് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ പുഞ്ചിരി വായന കതവി വെച്ച് ഒരൊറ്റത്തള്ള്. അങ്ങനെ കതവും പൊട്ടിച്ച് അവരകത്ത് പോയി നോക്കുമ്പോൾ മുത്തപ്പനുമില്ല, മുത്തിയമ്മയില്ല. ഇവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ട്. അതിനൊപ്പം തന്നെ മുടിയും സൂചിയും കാണും. എന്തോ ഒരു സംഭവം അവര് തുന്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് തൂമക്കണ്ണൻ ചോദിക്കും, ഒരുപക്ഷെ നിന്റെ ഗ്രാൻഡ് പാരന്റ്സ് നിന്റെ അച്ഛനെ അമ്മേനെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും റിച്വൽസ് ചെയ്താണെങ്കിലോ? ഇവന്മാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി ഇവന്റെ പഴയ വീട്ടിൽ പോയി നോക്കുമ്പോണ്ട് അവിടെ ആ ഹോട്ടലിന്റെ മിനിയേച്ചർ അതിൽ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ തൂമൻ പറയും, നീ ഇവിടെ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പനും അമ്മയൊക്കെ ആയിട്ട് കൊച്ചുവീടുണ്ടാക്കി കളിച്ചോളൂ. ഞങ്ങൾ എന്ത് പാവം ചെയ്തിട്ടാടാ? നീ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങൾ ഇവിടുന്ന് ഓടുകയാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ആരും ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഇതെന്റെ ചെഫ് ഫാമിലിയുടെ കുടുംബ സ്വത്താണ്.
ഇതിനൊരു ഭംഗം വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ അടങ്ങൂന്ന് പറഞ്ഞ് ഇവൻ പോണ്ടി ചെന്ന് മറ്റൊരു കൊക്കിന്റെ തലയും പൊട്ടിച്ചെടുത്ത് ആ ഹോട്ടലിലെ എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്ത് ഹോട്ടൽ നിറച്ചും ചുണ്ണാമ്പ് വിതറും. ചുണ്ണാമ്പോ പൗഡറോ എന്തായാലും ഒരു വെളുത്ത സാധനം അത് വിതറിക്കഴിഞ്ഞ് എല്ലാവരുടെ കയ്യിലും ഓരോ ക്യാൻഡിൽ ലൈറ്റ്. ധൂമം പറയും ഈ ലൈറ്റ് അണയാതെ നോക്കണം, അണഞ്ഞു കഴിഞ്ഞാൽ പ്രേതം പിടിച്ചു തിന്നും. അപ്പൊ ഒരു ശബ്ദം കേൾക്കാം. ഹീറോ സുസുക്കിനെ മാത്രം അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നീ ബൈക്ക് എടുത്തോണ്ട് പോയി പോലീസിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവര് 3 പേരും പുറത്തേക്ക് ഇറങ്ങും. മെല്ലെ മെല്ലെ പേടിച്ച് ഇവന്മാര് നടന്ന് നീങ്ങുമ്പോ പുഞ്ചിരിക്കണ്ണം പറയും എനിക്ക് പേടിയാണെന്ന്, നമുക്കൊരു പ്രാർത്ഥന ചൊല്ലിയിട്ട് പോവാം. അങ്ങനെ അവൻ പാടി തുടങ്ങാണ്. പിന്നെ ടപ്പയെന്ന് പൊട്ടുന്ന ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അവന്റെ മോന്തയ്ക്ക് 4 ഇടിയും കൊടുത്ത് ഇവന്മാർ അവനെ വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് തൂമക്കണ്ണം പറയാ എനിക്ക് തൂറാൻ മുട്ടുണ്ട്, എന്റെ കൂടെ നീ ഒന്ന് ബാത്റൂമിലേക്ക് വരുമോ? അതിന് ഹീറോ നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോടാന്ന് പറയും. അങ്ങനെ ഇവര് പോയി അവസാനം റിസപ്ഷന്റെ അവിടെ വരെ എത്തി. ഒരു വിൻഡോ തുറന്നു കിടപ്പുണ്ട്. തൂമനത് അടയ്ക്കാൻ നോക്കുമ്പോ ഒരു മുടി വിരിച്ചിട്ട പ്രേതം അവന്റെ മുന്നിലേക്ക് ഇട്ടേന്ന് പറഞ്ഞു വരും. അവൻ പേടിച്ചരണ്ട് ഹീറോനെ ചൂണ്ടിക്കാണിക്കുമ്പോ ഹീറോ കണ്ണടച്ച് കർട്ടൻ മാറ്റി നോക്കും. അതൊരു മോപ്പാണ്. ഈ സമയത്ത് നായിക അവള് മിണ്ടാതിരിക്കാതെ അപ്പൂപ്പൻ അമ്മൂമ്മ അവരെ മുറി ചെന്ന് തപ്പി നോക്കുകയാണ് അവിടെ എന്തേലും കാണോന്നറിയാൻ വേണ്ടി. അപ്പണ്ട് ബാത്റൂമിന് മുകളിലായി ഒരു പല്ലി സീലിംഗിന്റെ ഇടയിൽ കൂടെ പോന്ന് കാണും. ഈ സമയത്ത് ഇവിടെ നമ്മുടെ ചെക്കന്മാര് ഇവരിട്ട പൊടി ചവിട്ടി എന്തോ ഒരു സാധനം അകത്തേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. അത് മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇവന്മാർക്ക് അതിന് പുറകെ പോവാൻ പേടിയുണ്ട്, എന്നാലും പോകാതെ വയ്യ. തൂമം പറയും പേടിക്കണ്ട, ക്യാൻഡില് കെട്ടാ മാത്രമേ അതിന് നമ്മളെ പിടിക്കാൻ പറ്റുള്ളൂ. അതവൻ പറഞ്ഞു തീരും മുന്നേ മോളിൽ നിന്ന് വെള്ളം വീണ് അവന്റെ ക്യാൻഡിൽ കെട്ടുപോകും. അവൻ പുഞ്ചിരി വായന്റെ അടുത്ത് താടാ നിന്റെ ക്യാൻഡിൽ എനിക്കെന്ന് പറയുമ്പോ ഹീറോ നീ തന്നെ വെച്ചോന്ന് പറഞ്ഞ് അവന്റെ ക്യാൻഡില് തൂമന് കൊടുത്ത് ഇവൻ ഫോണിൽ ലൈറ്റ് തെളിയിച്ച് മുകളിലേക്ക് പോവാണ്. പുറകെ തന്നെ ഇവന്മാരും പോകുന്നുണ്ട്. പോയി നോക്കുമ്പോ ഈ നടന്നു പോയ പാദം ഒരു ഭാഗത്ത് വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ട്, പിന്നെ അടയാളമില്ല. ഈ സമയത്ത് നമ്മുടെ സുസുക്കി അവള് സീലിംഗ് മാറ്റി അകത്തേക്ക് കയറി നോക്കുമ്പോണ്ട് അതേ കൂടെ ഒരു വഴി പോകുന്നുണ്ടാവും, ഒരു രഹസ്യ വഴി പോലെ. അപ്പോഴാണ് ഇവിടെ ചെക്കന്മാര് മുകളിലത്തെ ഫ്ലോറിൽ ഒരു റൂമിന്റെ മാത്രം വാതില് തുറന്നടക്കുന്ന കാണാം. ഇവര് മെല്ലെ അതിനകത്ത് കയറി നോക്കുമ്പോ കാൽപാദം ചുമരിനോട് ചേർന്നിട്ടുണ്ട്. മുകളിലായി ഒരു വെളുത്ത രൂപം. അത് കണ്ടപാടെ മെല്ലെ ഉമാര് റിവേഴ്സ് വരും. അപ്പോഴാണ് ഇവിടെ നമ്മുടെ പെണ്ണ് സുസുക്കി ആ രഹസ്യ വഴി കൂടെ പോയി ഒരു ഭാഗത്തെത്തുമ്പോ അവിടെ കുറെ തുണികളുണ്ട്, കയറുണ്ട്, എന്തൊക്കെയോ എക്യുപ്മെന്റ്സ് ഉണ്ട്. അവൾക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ ചെക്കന്മാര് ആ മുറി വിട്ട് പുറത്തേക്ക് വരുമ്പോ ഒരു ഭാഗത്ത് നിറച്ച് വെള്ളം. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഇവരിറങ്ങി വന്ന കതവിന് മുകളിലായി ഒരു സ്ത്രീ പ്രേതം. അതിന്റെ കൂടെ തന്നെ ഒരു പുരുഷ പ്രേതമുണ്ട്. 2 എണ്ണം അങ്ങനെ നിൽക്കാണ്. ഇവന്മാര് പേടിച്ചരണ്ട് കരയുമ്പോഴാണ് ഹീറോ പറയാ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എന്റെ അച്ഛൻ മരിച്ചത് മഞ്ഞിലായിരുന്നു, എന്റെ അമ്മ മരിച്ചത് വെള്ളത്തിൽ. ആ മഞ്ഞും വെള്ളവുമാണ് ഞാനിപ്പോ കാണുന്നത്. ആ പ്രേതങ്ങളുടെ ചുറ്റും മഞ്ഞും വെള്ളവും ഉണ്ടാവും. മുത്തശ്ശൻ പറഞ്ഞിരുന്നു ഈ ഹോട്ടൽ ഉള്ളിടത്തോളം കാലം എന്റെ അച്ഛനും അമ്മയും ഉണ്ടാവുമെന്ന്. എനിക്കിപ്പോ എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഈ ഹോട്ടലിലേക്ക് തിരിച്ചു വരാത്തതിന്റെ ദേഷ്യം എന്റെ മുത്തശ്ശനും മുത്തിയമ്മയ്ക്കും എന്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ട് എന്നും പറഞ്ഞവൻ മുന്നിലേക്ക് നടന്നു വന്ന് നിലത്ത് മുട്ടുകുത്തി നിന്നിട്ട് മമ്മി ഡാഡി എനിക്ക് മനസ്സിലായി നിങ്ങളാണെന്ന്. ഇവരെന്റെ കൂട്ടുകാരാണ്. ഇവരെ നിങ്ങളിങ്ങനെ പേടിപ്പിച്ച പിന്നെ എനിക്ക് വേറെ കൂട്ടുകാരില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു മകനാകാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു. ഒരു ദിവസം മുത്തപ്പനും മുത്തിയമ്മയും നിങ്ങളുടെ അടുത്തേക്ക് വരും. എനിക്ക് ഈ ഹോട്ടലിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല, അറിയില്ല. അതാണ് സത്യം. മുത്തപ്പനും മുത്തിയമ്മയും അവർക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ഹോട്ടൽ അവർ കൈവിടില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോണം. പോകുമ്പോ ഒന്നിനും കൊള്ളാത്ത എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയിക്കോളൂ. അതാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. അതവൻ പറഞ്ഞു തീരുമ്പോ ആ പുരുഷ പ്രേതം അത് മെല്ലെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. പക്ഷെ ഈ കൂട്ടുകാരാണെങ്കിൽ നീ എന്ത് പ്രാന്താടാ പറയുന്നത്, ഇവിടെ നിൽക്കണ്ട വാന്ന് പറഞ്ഞ് ഹീറോനെ വിളിച്ചോണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ലേഡി പ്രേതം അത് ഒരൊറ്റ ജമ്പിന് നിലത്ത് വന്ന് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പുഞ്ചിരി ഹീറോനെ കെട്ടിപ്പിടിക്കും. മറ്റവനും വിടില്ല. അപ്പണ്ട് ആ പ്രേതത്തിന്റെ 2 കൈകൾ മെല്ലെ മുന്നിലേക്ക് വന്ന് ഒരൊറ്റപ്പെടുത്താണ്. ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോ അത് മിസ്റ്റേക്കിലി നമ്മുടെ പുഞ്ചിരിക്കണ്ണനെ തൂക്കി നിന്റെ കുടുംബത്തെല്ലാം മണ്ടന്മാരാടാന്ന് പറയുമ്പോ ഹീറോ ആ പ്രേതത്തിന്റെ കൈ പിടിച്ച് അമ്മേ ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ഹീറോ ആ പ്രേതത്തിന്റെ മുഖം കാണുക. മുഖം കണ്ട ഉടനെ ഇതെന്റെ അമ്മയല്ലടാ, ഇത് പ്രേതാടാ, വിട്ടോ ഓടിക്കോ എന്ന് പറഞ്ഞ് 3 എണ്ണം ഒരൊറ്റ ഓട്ടാണ് അവിടുന്ന്. ഈ സമയത്ത് സുസുക്കി അവള് ചെന്ന സ്ഥലത്ത് മെഷീൻസ് ഒക്കെ ഓടാൻ തുടങ്ങും. കയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക. ഇവളതിനെ ചാടി ചവിട്ടി നിർത്താൻ നോക്കുന്നുണ്ട്. അത് നിക്കണില്ല. നമ്മുടെ പിള്ളേര് ഓടിച്ചെന്ന് ഒരു മൂലക്കിരുന്ന് മുന്നിലേക്ക് ലൈറ്റ് തെളിയിച്ചു നോക്കും. അപ്പണ്ട് ഫോണിലെ ബാറ്ററി തീർന്നു, 1% ഉള്ളൂ. ടക്കെന്നും പറഞ്ഞ് അത് ഓഫായി പോകും. ഇവരെ കയ്യിൽ വേറെ ലൈറ്റ് ഇല്ല. ലൈറ്റ് എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചെടുക്കടാന്ന് പറയും. ഇവന്മാര് വീണ് പോയ മൊബൈൽ തപ്പി നോക്കുമ്പോ നമ്മുടെ പുഞ്ചിരിക്കണ്ണന് ഫോൺ കിട്ടി. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞവൻ തല ഉയർത്തുമ്പോഴാണ് ആ പ്രേതം അവന്റെ കൺമുന്നി വന്ന് നിൽക്കുക. തൂമം പറയും ശ്വാസം പടണ്ട, ശ്വാസം പിടിച്ചോ അല്ലെങ്കിൽ അത് കൊണ്ടുപോകും. അങ്ങനെ 3 പേരും വായും മൂക്കും പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട്
അവൻ മെല്ലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അപ്പോഴും ഉണ്ട് ആ പ്രേതം മുന്നിൽ തന്നെ. അത് 2 കൈയും കൊണ്ട് അവൻ അള്ളിപ്പിടിക്കും. എന്നിട്ട് അവനെയും പൊക്കിയെടുത്ത് മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ പിള്ളേര് 2 പേരും കൂടി കാലേ മാറി മാറി പിടിച്ച് അവനെ കൊണ്ടുപോകാതെ പിടിച്ച് നിർത്താണ്. ആ സമയത്തായിരിക്കും രണ്ടാമത്തെ പ്രേതം, ലേഡി പ്രേതം അങ്ങോട്ട് വരുന്നു. ഹീറോ തൂമക്കണ്ണനോട് ഓടിപ്പോയി ആ പക്ഷിയുടെ തലയെടുത്തോണ്ട് വരാൻ പറയും. എന്നിട്ട് ഞാൻ 3 വരെ എണ്ണ, ഇവന്റെ കാലി പിടിച്ചോ, പിടിവിടരുത്. 3 പറയുമ്പോ ഒരൊറ്റ വലി താഴേക്ക് വലിക്കണം എന്ന് പറയും. അങ്ങനെ അവൻ കൗണ്ട് ചെയ്ത് 3 പറയുമ്പോ നമ്മുടെ ചെറുക്കൻ താഴേക്ക് വലിക്കും. ഇവൻ അവന്റെ പുറത്ത് ചവിട്ടി ചാടി ആ പ്രേതത്തിന്റെ മോളിൽ കൂടെ ഒരു വീശ്. ആ കൊക്കിന്റെ തല ഉണ്ട്. കൊക്കാണോ അരയനാണോ? അപ്പൊ സീലിംഗും പൊട്ടി പ്രേത വരെ പുറത്തന്നെ വീഴും. തൂമക്കണ്ണൻ കണ്ണു തുറക്കുമ്പോ പ്രേതം ചുമച്ച് അവന്റെ വായിലേക്ക് രക്തം തുപ്പും. അടുത്ത സെക്കൻഡ് അവന്റെ ബോധം പോവും. അപ്പൊ നായകൻ പയ്യൻ ആ പക്ഷിയുടെ തല കൊണ്ട് പ്രേതത്തിന്റെ മണ്ടക്കടിക്കാൻ നോക്കുമ്പോഴാണ് പുറകിന്ന് വേണ്ടാന്ന് പറഞ്ഞ് ആ അമ്മച്ചി പ്രേതം ഓടി വരിക. നോക്കുമ്പോ അതവന്റെ മുത്തശ്ശിയാണ്. മുത്തശ്ശിയും മുത്തപ്പനും വേഷം മാറി പ്രേതത്തിനെ പോലെ അഭിനയിക്കുകയായിരുന്നു. മുത്തപ്പൻ ബോധം കെട്ട് കിടപ്പുണ്ടാവും. നമ്മുടെ സുസുക്കി ഇവര് നിൽക്കുന്നതിന് തൊട്ട് മുകളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൂപ്പന് ബോധം വരുമ്പോ അങ്ങേര് മുഖം തിരിച്ചു കിടക്കും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അങ്ങേര് പറയും, നിന്റെ കൂടെയുള്ള ഈ ചെറുക്കൻ ഒരിക്കലും നിന്റെ ഭാര്യയായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സോ അങ്ങേര് വിചാരിച്ചിരിക്കുക ഇവര് 2 പേര് സ്നേഹത്തിലാണെന്നാണ്. ഇവന്മാർ ഒരേ മുറി കിടന്നുറങ്ങിയതും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടന്നതും കണ്ടിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മുടെ സുസുക്കിയും എല്ലാരും വിചാരിച്ചിരിക്കുക ഇവര് 2 പേരും തമ്മിൽ ലൈനാണെന്നാണ്. ഹീറോ ചക്കൻ പറയും, അപ്പൂപ്പൻ തെറ്റിദ്ധരിച്ചാണ്, ഞങ്ങൾ തമ്മി അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കറിയേണ്ടത് നിങ്ങൾ എന്തിനാണ് ഈ നാടകം കളിച്ച് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിന് അപ്പൂപ്പൻ ഈ പ്രേതത്തിന്റെ ഐഡിയ ആദ്യം ഞങ്ങളോട് പറയുന്നത് നിന്റെ അച്ഛനും അമ്മയാണ്. പുറം നാടുകളിലൊക്കെ പ്രേതമുള്ള ഹോട്ടലാന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കാൻ ഒരുപാട് പേര് വരും. എത്ര രൂപയാണെങ്കിലും വാടക കൊടുക്കും. സോ ആ ഐഡിയ നമ്മുടെ ഹോട്ടലിലും പ്രയോഗിക്കാന്ന് പറഞ്ഞത് നമ്മുടെ ഹീറോന്റെ ഡാഡിയും മമ്മിയാണ്. അതുകൊണ്ടാണ് ഇവര് ഹോട്ടലിൽ ഒരുപാട് ഭാഗത്ത് പ്രേതങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പോലെ കയ്യും കാലൊക്കെ കെട്ടിവെച്ച് ഇവരും പ്രേതമായിട്ട് അഭിനയിച്ചത്. അതിനുള്ള ഡമ്മി ആയിരുന്നു അമ്മൂമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ പ്രേത ഹോട്ടലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹീറോന്റെ അച്ഛനും അമ്മയും ജപ്പാനിലേക്ക് പോയത്. അവിടെ വെച്ചിട്ടാണ് അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അവരോ പോയി കഴിഞ്ഞു. ഈ ഐഡിയ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും മനസ്സിലുണ്ടായിരുന്നു. സോ മോന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രേത സെറ്റപ്പ് അവരെ ഹോട്ടലിൽ തുടങ്ങുന്നത്. നമ്മുടെ ഹീറോയും കൂട്ടുകാരും ഹോട്ടൽ വിട്ട് പോവുമെന്ന് പേടിച്ചിട്ടാണ് അവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി ഇവർ ഈ നാടകം കളിച്ച്. സോ അതാണ് ഈ പ്രേത കഥയ്ക്ക് പിന്നിലെ രഹസ്യം. അത് കഴിഞ്ഞ് ഹീറോ തിരിച്ചു വന്ന് തന്റെ കുടുംബ വീട്ടിൽ കയറി ആ പഴയ ടെന്റ് ഹൗസിൽ കയറി അപ്പന്റെ ഡയറി എടുത്ത് നോക്കും. അപ്പൊ അതിനകത്ത് ഉണ്ടാവും ഈ ഹോണ്ടഡ് ഗോസ്റ്റ് ഹൗസിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അതായിരുന്നു ഹീറോയ്ക്ക് നേരത്തെ കിട്ടിയ ആ ചെറിയ പേപ്പറിൽ ഉണ്ടായിരുന്നു. അത് ഈ വരച്ചു വെച്ചിരിക്കുന്ന സെറ്റപ്പാണ് ഇവര് ഹോട്ടലിന് മുകളിലായിട്ട് പണിഞ്ഞിരിക്കുന്നത്. സോ മുത്തശ്ശനും മുത്തപ്പനും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹീറോ ഈ ഹോട്ടൽ നടത്തണം എന്നാണ്. അതന്നെയായിരുന്നു ഹീറോന്റെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം. അച്ഛനും അമ്മേനെയും സ്വപ്നത്തിൽ കണ്ട ഹീറോ അവൻ തന്നെ ഈ ഹോട്ടൽ ഇനി മുന്നോട്ട് നടത്താന്ന് പറയും. തന്റെ കൂട്ടുകാരോടും ഈ ഹോട്ടൽ അവൻ നടത്താൻ പോവാന്ന് പറയുമ്പോൾ അവരും അവനെ സഹായിക്കാന്ന് പറയും. അങ്ങനെ ഇവരെ സ്കൂളിലെ കുട്ടികളെല്ലാം തന്നെ ഇവര് ഫ്രീ ആയിട്ട് ആ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഹീറോന് ഒരു അങ്കിളും ആന്റിയും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെയും വിളിച്ചു വരുത്തും. അങ്ങനെ അവർക്കെല്ലാം റൂം കൊടുത്ത് അവരെ കിടത്തി ഉറക്കി ഇനി രാത്രിയിലാണ് അവരെ പേടിപ്പിക്കാൻ പോകുന്നത്. അത് ചിലപ്പോ അടുത്ത പാർട്ടിലായിരിക്കും അവർക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് കാണിക്കുന്നു. അവിടെ വെച്ച് സീക്രട്സ് ഇൻ ദ ഹോട്ട് സ്പ്രിംഗ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, until then it's bye from ഒരു കഥ സുലുട്ടുമസ്.